ഷാബു പ്രസാദ്, ഈ ഒരു രാജ്യത്ത് 15 തൊട്ട് 25% വരെ ഉള്ള ഒരു വിഭാഗം എല്ലാവരും പങ്കെടുക്കണമല്ലോ അങ്ങനെ ഒരു ജനാധിപത്യ പ്രക്രിയയായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പിൽ എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇതുവരെ നമ്മൾ ഒരു ലിഖിതമായിട്ടുള്ള ഒരു നിയമവുമില്ല. വെള്ളിയാഴ്ച തെരഞ്ഞെടുപ്പ് നടത്തരുത് എന്ന് ലിഖിതമായിട്ടുള്ള ഒരു നിയമവുമില്ല. പക്ഷേ ഇത്രയും കാലമുള്ള ആ ചരിത്രം പരിശോധിച്ചാൽ വെള്ളിയാഴ്ചകളിൽ അങ്ങനെ തെരഞ്ഞെടുപ്പ് നടന്നതായിട്ടുള്ള ഇൻസ്റ്റൻസുകൾ പൊതുവെ ഇല്ല. അങ്ങനെയുള്ള ഒരു മതസ്വാതന്ത്ര്യം അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു പരിഗണന കൊടുക്കാത്ത രീതിയിലേക്ക് ഒരു തീരുമാനത്തിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കടന്നു. സ്വാഭാവികമായിട്ടും അതിലൊരു പ്രതിഷേധം ഉയരും. അതിലെങ്ങനെ കുറ്റം പറയാൻ കഴിയും? ഇല്ല അപർണ, അതിൻ്റെ അകത്ത് ഞാൻ കുറ്റം പറയില്ല. ഞാൻ ഇവിടെ മുസ്ലിം ലീഗിന്റെ അദ്ദേഹം പറഞ്ഞതിനോട് ഞാൻ യോജിക്കുകയാണ്. വെള്ളിയാഴ്ച എന്ന് പറയുന്നത് മുസ്ലിങ്ങൾക്ക് മാത്രമല്ല. ഇപ്പം ഞാനൊരു ദേവീ ഭക്തനാണ്. അപ്പം ഒരു ദേവീ ഭക്തനെ സംബന്ധിച്ചിടത്തോളം വെള്ളിയാഴ്ച എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്. അപ്പം വെള്ളിയാഴ്ച രാവിലെ വെളുപ്പിനെ അമ്പലത്തില് നിർമാല്യം തൊഴുക, ഉഷപൂജ തൊഴുക, ഉച്ചപൂജ തൊഴുക, വൈകുന്നേരം തൊഴുക. അതുകൊണ്ട് അത് എന്നെ പോലെയുള്ള ദേവീ ഭക്ത വിശ്വാസികളെയും അത് വളരെ കാര്യമായിട്ട് ബാധിക്കുന്നതാണ്. എന്നാൽ ശനിയാഴ്ചത്തേക്ക് മാറ്റാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പൊ ശനിയാഴ്ച ഞാനൊരു ഹനുമാൻ ഭക്തനാണ്, ഞാനൊരു അയ്യപ്പ ഭക്തനുമാണ്. എനിക്ക് ഇത് മുഴുവനും പ്രശ്നമാണ്. ഞായറാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്ത്യൻസിനെ സംബന്ധിച്ചുള്ള അവർക്ക് പള്ളിയിൽ പോകണം, അങ്ങനെ ഒരുപാട് പ്രശ്നമുണ്ട്. തിങ്കളാഴ്ചയും എനിക്ക് വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്. ഞാൻ ശിവഭക്തനും കൂടിയാണ്. എനിക്ക് ശിവക്ഷേത്രങ്ങളിൽ പോകണം. എനിക്ക് നിർമാല്യം മുതൽ രാത്രി അത്താഴപൂജ വരെയുള്ള ഇത് എനിക്ക് തൊഴണം, എനിക്ക് ഭജിക്കണം, അതെനിക്ക് വളരെ നിർബന്ധമാണ്. ചൊവ്വാഴ്ച എനിക്ക് മുരുകക്ഷേത്രങ്ങളിൽ പോകാനുണ്ട്. എനിക്ക് അങ്ങനെ ഇതാണ്. ബുധനും വ്യാഴവും കൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമുണ്ട്. എനിക്ക് ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോകാനുണ്ട്, എനിക്ക് കൃഷ്ണന്റെ അമ്പലങ്ങളിൽ പോകാനുണ്ട്. അങ്ങനെ ഏതാണ്ട് ആഴ്ചയിലെ എല്ലാ ദിവസവും എന്നെ സംബന്ധിച്ചിടത്തോളം, ഒരു ഹിന്ദുവായ എന്നെ സംബന്ധിച്ചിടത്തോളം, ഒരു വിശ്വാസിയായ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ്. ഈ ഇടയ്ക്കുള്ള 1 മണിക്കൂർ, ഇപ്പം വെള്ളിയാഴ്ച അവരെ സംബന്ധിച്ചിടത്തോളം 1 മണിക്കൂർ സമയം മാത്രമാണ്. പക്ഷേ രാവിലെ വെളുപ്പിനെ ഒരു 4 മണി മുതൽ രാത്രി ഏതാണ്ട് 11 മണി വരെയുള്ള എല്ലാ സമയങ്ങളും ഒരു ഹിന്ദു വിശ്വാസിയായ ആ മറുപടിയിൽ പരിഹാസം മാത്രമാണ് നിൽക്കുന്നത്. ഷാബു പ്രസാദ്, ആ മറുപടിയിൽ പരിഹാസം മാത്രമാണ്. അത് മതേതരത്വത്തെ വെല്ലുവിളിക്കുന്ന മറുപടിയാണ്. അങ്ങനെ മതേതരത്വത്തിനെ വെല്ലുവിളിക്കുന്ന എന്റെ വിശ്വാസത്തിന് അദ്ദേഹം ഇവിടെ പറഞ്ഞല്ലോ, എല്ലാ മതവിശ്വാസങ്ങളെയും നമ്മൾ ബഹുമാനിക്കണം. ഞാൻ അദ്ദേഹത്തിന്റെ വിശ്വാസത്തിനെ ബഹുമാനിച്ചുകൊണ്ട് തന്നെയാണെന്ന് ഈ പറയുന്നത്. ഞാൻ അദ്ദേഹത്തിന്റെ വിശ്വാസത്തിനെയും ഇവിടെ അതിനെ സപ്പോർട്ട് ചെയ്യുന്നവരെയും എല്ലാം ഞാൻ പൂർണ്ണമായി സപ്പോർട്ട് ചെയ്തുകൊണ്ടും ബഹുമാനിച്ചുകൊണ്ടും തന്നെയാണ് പറയുന്നത്. എന്താ എന്റെ വിശ്വാസത്തിന് പ്രാധാന്യമില്ലേ? എന്താ ഇവിടെ പെസഹ ദിനത്തിലെ ക്രിസ്ത്യൻസിന്റെ വിശ്വാസത്തിന് പ്രാധാന്യം? എല്ലാവരെയും കൺസിഡർ ചെയ്യണമെന്നേ. അപ്പൊ ഏറ്റവും നല്ല പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രാത്രി ആഹാരങ്ങളെല്ലാം അടച്ചതിന് ശേഷം രാത്രി 10 മണി മുതൽ വെളുപ്പിനെ ഒരു 3 മണി വരെയുള്ള സമയത്ത് തെരഞ്ഞെടുപ്പ് നടത്തുക എന്നുള്ളതാണ് ഏറ്റവും പറ്റിയത് എന്നാണ് എൻ്റെ അഭിപ്രായം. അല്ലാതെ ഞാൻ എന്താ ഇതിനൊക്കെ മറുപടി പറയുക? ഒരു കാര്യം അപർണ മനസ്സിലാക്കും. ഈ പ്രശ്നമുണ്ടായിരിക്കുന്ന ഏപ്രിൽ 19 കേരളത്തിൽ ഏപ്രിൽ 19 എന്ന് പറയുന്നത് വെള്ളിയാഴ്ചയാണ്. ഈ കേരളത്തിന് പുറത്തും ഒരു ലോകമുണ്ട്, സഖ്യന് പുറത്തും ഒരു ലോകമുണ്ട്. അവിടെയും തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നുണ്ട്. ഇവിടെ ഈ കേരളത്തിൽ മാത്രമാണോ ഇത്ര വലിയ പ്രശ്നമുള്ളത്? കേരളത്തിൽ മാത്രമാണല്ലോ ഇത്ര വലിയ മതവികാരം പൊട്ടിയൊലിക്കുന്നതും ഇത്ര വലിയ ഇഷ്യൂ ഉള്ളത്. അങ്ങനെയെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം, ഒരു ഹിന്ദു ഭക്തനായ എന്നെയും, എനിക്ക് ഈ നാട്ടിലെ ഹിന്ദു ഭക്തരെയും സംബന്ധിച്ചിടത്തോളം, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആഴ്ചയിലെ എല്ലാ ദിവസവും എനിക്ക് പ്രാധാന്യം, അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. ആ വിശ്വാസത്തിനും വിലയുണ്ടാവണമല്ലോ. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ഇതുവരെ അല്ല, ഞാൻ അതിനൊന്നും ഇടപെടുന്നത്, നമ്മൾ ഇതുവരെ തെരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ഇതൊരു റിട്ടേൺ നിയമമല്ല, റിട്ടേൺ റൂൾ അല്ല. പക്ഷേ ഇത്തരം ദിവസങ്ങൾ ഒഴിവാക്കപ്പെട്ട ഒരു ചരിത്രമുണ്ട്. ഇതുവരെ നടന്ന ജനാധിപത്യ രീതിയിലെല്ലാം അങ്ങനെ അതിന് വിരുദ്ധമായിട്ട് നടക്കുന്നു എന്ന് തോന്നുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സെക്യുലർ കൺട്രി എന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു രാജ്യത്തിൽ, അല്ലെങ്കിൽ അങ്ങനെ ആകേണ്ട ഒരു രാജ്യത്തിൽ, അങ്ങനെയാണ് എന്ന് ഇപ്പോഴും കരുതപ്പെടുന്ന ഒരു രാജ്യത്തിൽ അങ്ങനെ അല്ലാത്ത ചില കാര്യങ്ങളാണോ നടക്കുന്നത് എന്നൊരു ഇൻസെക്യൂരിറ്റി തോന്നുന്നത് സ്വാഭാവികം അല്ല. ഇൻസെക്യൂരിറ്റി അങ്ങനെയാണ് എല്ലാവർക്കും തോന്നണമെന്നേ. ഇവിടെ സെപ്റ്റംബർ 9 ഈ പറഞ്ഞ പോലെ ഏപ്രിൽ 19 തെരഞ്ഞെടുപ്പ് നടക്കും. അന്നും വെള്ളിയാഴ്ചയാണ്. കേരളത്തിന് പുറത്ത് ഒരുപാട് സ്ഥലങ്ങളിൽ നടക്കുന്നു. കേരളത്തിൽ മാത്രമേ ഉള്ളോ ഈ മുസ്ലിം വിശ്വാസികളും ഇതേപോലെ ഈ വിശ്വാസത്തിന് പ്രാധാന്യമുള്ളവരും ഉള്ളത്? വിശ്വാസത്തിന് പ്രാധാന്യം കൊടുക്കുന്നു, വിശ്വാസമാണ് ശരി, അതിനെ 100% ബഹുമാനിക്കുന്നത്. അങ്ങനെയെങ്കിൽ
എല്ലാ വിശ്വാസങ്ങൾക്കും ആ പ്രാധാന്യമുണ്ട്. ഞാനൊന്ന് ഇടപെട്ട്